സൈക്കോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായം ഇന്ന് ആരംഭിക്കുന്നു. ആകാശത്ത് ഒരു മഴവില്ല്, എന്ത് രസമാണല്ലേ അത് കാണാൻ. ആ മഴവില്ല് കാണുമ്പോൾ സന്തോഷിക്കാത്തവരായി നമ്മൾ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റും മഴവില്ലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പല രൂപത്തിൽ, പല ഭാവത്തിൽ, റെയിൻബോ ഫ്ലാഗുകളായി. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിലും ടോയ്സിലും വരെ ഇന്ന് മഴവില്ലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആ മഴവില്ലിന് പുതിയ അർത്ഥങ്ങളും മാനങ്ങളും കണ്ടെത്താൻ തുടങ്ങി. സർ, ഇന്ന് നമ്മൾ മനോഹരമായ മഴവില്ലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ എൻ്റെ പല ക്ലാസ്സുകളിലും കോൺഫറൻസുകളിലും നമ്മുടെ ക്രിസ്ത്യൻ പേരൻസ് വലിയൊരു കൺസേണായിട്ട് പറഞ്ഞൊരു കാര്യമാണിത്. കാരണം അവർ പറഞ്ഞതുപോലെ നമ്മുടെ ബൈബിളിൽ മഴവില്ല്, അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയാൽ മഴവില്ലിൻ്റെ റെയിൻബോ ഐസ്ക്രീംസ് അവിടെ മുതൽ തുടങ്ങുകയാണ്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, അവരുടെ ടോയ്സ്, കുട്ടികളുടെ ഡ്രസ്സ്, അതുപോലെ പലതിനോടും ഈ റെയിൻബോ കളറ് അല്ലെങ്കിൽ റെയിൻബോയുടെ ഒരു കോമ്പിനേഷൻ അത് ഒരുപാട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികളൊക്കെ വളരെ നിർബന്ധം പിടിക്കാറുണ്ട്, എനിക്ക് റെയിൻബോ മതി. കാരണം അത് റെയിൻബോയുടെ അർത്ഥമൊന്നും മനസ്സിലാക്കിയിട്ടല്ല, അത് വളരെ അട്രാക്റ്റീവാണ്. നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ആ കളേഴ്സ് വളരെ അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ പ്രൈഡ് ഫ്ലാഗ് അല്ലെ LGBT ഒരു ഒഫീഷ്യൽ ഫ്ലാഗാണ് ഈ റെയിൻബോ ഫ്ലാഗ് എന്ന് നമ്മൾ പറയുന്നത്. പ്രിയക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖലയാണല്ലേ. യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും ഒക്കെ ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരുവിധം കണ്ടു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കാണുന്നുണ്ട്. പുറമേയൊക്കെ ഇത് കുറച്ചും കൂടെ വിസിബിൾ ആണ്. യൂണിവേഴ്സിറ്റിയുടെ എൻട്രി തൊട്ട് നിങ്ങളുടെ ജൂൺ മാസത്തെ പ്രൈഡ് മാർച്ചിലെ മുഴുവനും റെയിൻബോ പിന്നെ കളേഴ്സ് ആയിരിക്കും എല്ലായിടവും. ഫ്ലാഗ് മാത്രമല്ല, ഒരു ഡ്രസ്സും നിങ്ങൾ ഏതെങ്കിലും വീഡിയോസോ പിക്ചേഴ്സോ ഒക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിലാണേലും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലാണേലും അതൊരു ഭയങ്കര ഒരു ഉത്സവമാണ്, ആ കളറിൻ്റെ ഉത്സവം എന്ന് തന്നെ. അത് മാത്രമല്ല, ജൂൺ മാസ സമയത്ത് കോളേജുകളിൽ ഒരു പ്രൈഡ് ദിനം എന്ന് പറഞ്ഞൊരു ദിനം ആഘോഷിക്കുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. പുറമെ പ്രൈഡ് പരേഡ് നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളിലും ക്ലാസ്സുകളിലൊക്കെയും ഇങ്ങനെ ഒരു പ്രൈഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ച് റെയിൻബോ ഫ്ലാഗുകളൊക്കെ വീശി നടക്കുന്ന സമയങ്ങളുണ്ട്. ഈവൻ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ വരെ ഉണ്ട്. അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് റിയ പറഞ്ഞത്. ഒരു പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില തെറ്റായ കാരണങ്ങൾക്ക് അറിഞ്ഞോ അറിയാതോ അവരെ ഒരു ഇൻക്ലൂസീവ്നെസ് എന്നുള്ള പേരിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഐഡിയോളജിയെ നമ്മൾ ഇൻഡയറക്റ്റ് പ്രൊമോഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് റിയ പറഞ്ഞത് വളരെ സത്യമാണ്. എനിക്ക് കഴിഞ്ഞ വർഷം ഒരു 1-2 യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ പിന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നമ്മുടെ കോളേജുകളിൽ ഇതുപോലെയുള്ള പല പ്രോഗ്രാംസും അപ്പം ഈ ജൂൺ മാസം നടത്താറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് എല്ലാവരും ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗോളോ പർപ്പസോ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ എക്സ്റ്റേണൽ പ്രഷർ ഒരുപാടുണ്ട്, അത് ഒരുപാടുണ്ടാവും. കാരണം പല കമ്മ്യൂണിറ്റികളിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും പോലും കഴിഞ്ഞ വർഷം ഒരു ഗവൺമെൻറ് കോളേജിൽ ഈ പ്രൈഡ് ദിനം ആഘോഷിക്കാനായിട്ട് അവർ പിന്നെ സെയിം സെക്സ് കപ്പിൾസിനെ കൊണ്ടുവന്ന്, വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള സെയിം സെക്സ് കപ്പിൾസിനെ കൊണ്ടുവന്ന് അത് വലിയൊരു ആഘോഷമാക്കി അതിനുവേണ്ടി പബ്ലിസിറ്റി കൊടുത്തത് തന്നെ വലിയ രീതിയിലാണ് പബ്ലിസിറ്റി കൊടുത്തിരിക്കുന്നത്. വേറെ കോളേജുകളിൽ നിന്നും വേറെ യൂണിവേഴ്സിറ്റി കീഴിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഇന്ന് നമുക്ക് നടക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ എപ്പിസോഡിൽ കൃത്യമായിട്ട് നമുക്ക് ഇതൊരു പ്രോബ്ലത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലുപരി നമുക്ക് ഈ
മഴവില്ല്, ബൈബിളിൽ കാണുന്ന മഴവില്ലും ഈ പ്രൈഡ് ഫ്ലാഗും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനും അതുപോലെ അടുത്ത് വരുന്ന തലമുറയെ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാനും പറ്റും. റെഡിയാണല്ലോ? അപ്പം ഞാൻ നിങ്ങൾക്ക് മഴവില്ലും അതുപോലെ തന്നെ റെയിൻബോ ഫ്ലാഗും നമ്മളവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇത് തമ്മിലുള്ള ശരിയായിട്ടുള്ള ആ ഡിഫറൻസ് എന്താണ്? ഓക്കെ, അതിൽ ആദ്യത്തെ നമ്മൾ ഈ ബൈബിളിലുള്ള മഴവില്ലിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ബൈബിളിലുള്ള മഴവില്ല് എന്താണ്? അപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഈ ബൈബിളിലെ മഴവില്ല് ആദ്യമായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിന് തിയോളജിക്കലി പ്രതീകമായിട്ട് ഒരുപാട് അർത്ഥമുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് അർത്ഥങ്ങൾ ഞാൻ പറയുക. അത് നോഗയുടെ കഥയിൽ നിങ്ങൾക്കറിയാമല്ലോ, വായിക്കുമ്പോൾ എന്താണ് ഈ മഴവില്ല് വന്നതിൻ്റെ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവിടെ ഒരു വെള്ളപ്പൊക്കം ഇനിയും ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവത്തിൽ നിന്ന് ഉറപ്പ് ലഭിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് മഴവില്ല് തന്നി എന്ന് നമുക്ക് അതിൻ്റെ ഒരു പ്രതീകമായിട്ട് മഴവില്ലിനെ നൽകി എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അപ്പോൾ ഇത് ബൈബിളിലെ മഴവില്ല് പ്രത്യാശയുടെ പ്രതീകമാണ്. നോക്കുക, നമ്മൾ ആ മീനിങ് അതിൻ്റെ ശരിക്കും മനസ്സിലാക്കുക. അപ്പം പ്രത്യാശയുടെ പ്രതീകമാണ് ഈ ബൈബിളിലെ മഴവില്ല്. അതായത് ഒരു പുതിയ, എല്ലാ മനുഷ്യരാശിക്കും ഒരു പുതിയ തുടക്കം, ആ ജലപ്രളയത്തിന് ശേഷം ഒരു പുതിയ തുടക്കമാണ്. പിന്നെ മനുഷ്യവംശത്തെ ഒരു മുഴുവനും എല്ലാം നാശത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി ഒരു പുതിയ തുടക്കം, അത് ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകവും കൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകമാണ്, അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ്, അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമാണ്, പ്രത്യാശയുടെ പ്രതീകമാണ്. അപ്പോൾ തിയോളജിക്കലി ഇങ്ങനെ ധാരാളം മീനിങ് ഇതിന് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ പിന്നീട് ഈ മഴവില്ല് ബൈബിളിൽ പഴയ നിയമത്തിൽ കാണുന്നത് എസെക്കിയേൽ പ്രവാചകൻ്റെ ഒരു ദർശനത്തിലാണ്. എസെക്കിയേൽ പ്രവാചകൻ ഇതിനെ പരിശുദ്ധിയുടെ അടയാളമായിട്ട് കാണുന്നു, മഴവില്ല്. നമ്മൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം ഞാനത് അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം കാണുന്നത് ഇത് ഇങ്ങനെയാണ്: മഴയുള്ള ദിവസത്തിൽ മേഘങ്ങളിൽ ഒരു മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നത് പോലെ അവൻ്റെ ചുറ്റുമുള്ള തേജസ് ഉണ്ടായിരുന്നു. ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകമായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ കമിഴ്ന്നു വീണു. ഒരാളുടെ ശബ്ദം ഞാൻ കേട്ടു: ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വെളിച്ചം ഒരു മഴവില്ലിൻ്റെ രൂപമെടുത്തു. അപ്പോൾ ഈ ബൈബിളിൽ കാണുന്ന മഴവില്ലിന് വേറൊരു അർത്ഥവും കൂടെ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിക്കുന്ന. അതുകൊണ്ടാണ് നമുക്ക് നാച്ചുറലായിട്ട് നമ്മളൊരു മഴവില്ല്, ലോകത്തിൽ ഒരു മനുഷ്യരും ആതിര പറഞ്ഞതുപോലെ ഒരു മഴവില്ല് കാണാൻ ഇഷ്ടപ്പെടാവോ കണ്ടു മതി എന്ന് പറഞ്ഞ് മാറിപ്പോവുകയല്ല. നമ്മൾ ഇന്ന് ഒരു വലിയൊരു നമ്മളെ തന്നെ മറന്നുകൊണ്ട് നമ്മൾ നോക്കുന്ന ഒരു നാച്ചുറൽ ഒരു ഫിനോമിനാണ്. അപ്പോൾ അത് വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ വലിയ ഒരു എന്താണ് പറയുന്ന ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രതീകമാണത്. കളേഴ്സിൻ്റെ കോമ്പിനേഷൻ തന്നെ വളരെ. അതേസമയം നമ്മൾ ഇനിയും പ്രൈഡ് ഫ്ലാഗിലേക്ക് വരാം. അപ്പോൾ ഈ പ്രൈഡ് ഫ്ലാഗിന് അതിനൊരു ചരിത്രമുണ്ട്. അപ്പം ഞാൻ ആ ചരിത്രവും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അവരെ കണ്ടം ചെയ്ത് മാറ്റി നിർത്തുന്നതല്ല, നമ്മൾ ഇത് അവരെ കുറ്റം പറയുന്നതല്ല. ഇതിൻ്റെ മീനിങ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സത്യം നമ്മുടെ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 1978 ആദ്യമായിട്ട് ഈ പ്രൈഡ് ഫ്ലാഗ് ഉണ്ടാകുന്നത് അന്നാണ്. 1978 ജൂൺ 25 ഗേ പ്രൈഡിൻ്റെ പരേഡിൽ കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് അവിടെ യുണൈറ്റഡ് നേഷൻസ് പ്ലാസയിലാണ് ആദ്യമായി അവരുടെ മീറ്റിങ്ങിൽ ഈ മഴവില്ല് പതാക ആദ്യമായി ഉയർന്നത്.
അപ്പോൾ അന്ന് ഈ മഴവില്ല് പതാക അത് ഡിസൈൻ ചെയ്തത് ഗിൽബർട്ട് ബേക്കർ എന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് 1978 അന്നത്തെ ഗേ പ്രൈഡ് മാർച്ചിൽ ഈ ഫ്ലാഗ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് കൊണ്ടുവരുമ്പോൾ ഇതിന് 8 നിറങ്ങളായിരുന്നു. 8 നിറം. അപ്പം നമ്മുടെ മഴവില്ലിന് 7 നിറങ്ങൾ. അപ്പോൾ ഇതിന് 8 നിറമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് വലിയ ഒരു പോപ്പുലാരിറ്റി അതിന് വരാൻ തുടങ്ങിയപ്പോൾ ഇത് വളരെ വൈഡായിട്ട് ഇതിനെ അങ്ങോട്ട് പബ്ലിസിറ്റി കൊടുത്ത് ഇതിനെ അങ്ങോട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് 8 കളറിന് പകരം പിന്നീട് ഇയാൾ തന്നെ അത് ഡിസൈൻ ചെയ്ത് 6 കളറാക്കി. അത് പ്രിൻറ്റിങ്ങിൻ്റെ എന്തോ സൗകര്യമൊക്കെ ഓർത്തിട്ടാണ്, അവർ വേറൊന്നും ചിന്തിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചരിത്രത്തിൽ ഇതാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഈ 8 കളറിൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് 6 കളറിലേക്ക് മാറി. അപ്പോൾ ഇന്ന് പ്രൈഡ് ഫ്ലാഗിന് എത്ര കളറാണ് ഉള്ളത്? 6 കളറ്. അതാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഡിഫറൻസ് മനസ്സിലാക്കുക. നമുക്ക് ബൈബിളിൽ കാണുന്ന മഴവില്ലിന് അല്ലെ നാച്ചുറൽ മഴവില്ല് എത്ര കളറ്? 7 കളറ്. ഇതിന് 6 കളറ്. ഇനി നമ്മൾ അതിലേക്ക് വരികയാണ്. അപ്പോൾ പിന്നീട് ഇത് പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ മാറി. ഇന്നും അത് ഒഫീഷ്യലി ഈ 6 കളറുള്ള ഫ്ലാഗ് ഇന്നും 6 കളറേ ഉള്ളതിന്. പക്ഷെ അതിൻ്റെ ഷേപ്പ് ചിലപ്പം ഒന്ന് ട്രയാങ്കുലർ ആയിരിക്കും, അല്ലെ സ്ക്വയർ ആയിരിക്കും, പല ഷേപ്പിലാണ്. ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ്, അത് ഡിസൈൻ ചെയ്ത് പല രീതി ചെയ്യുന്നെങ്കിലും 6 കളറേ ഇന്നുള്ളൂ. അപ്പോൾ ഇത് ഏതൊക്കെ കളറാണ് എന്ന് നമുക്ക് ഞാനവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മുടെ റെയിൻബോയുടെ കളറുകൾ എന്തൊക്കെയാണ്? റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ഇൻഡിഗോ, ബ്ലൂ ആൻഡ് പർപ്പിൾ. ഓക്കെ. ഇതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മഴവില്ലിൻ്റെ 7 നിറങ്ങൾ. ഓക്കെ. നമ്മളിനിയും പ്രൈഡ് ഫ്ലാഗിലേക്ക് നോക്കുമ്പോഴേ അവിടെ ഏതൊക്കെ കളറാണുള്ളത്? 6 കളർ. എന്തൊക്കെയാണ്? റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ ആൻഡ് പർപ്പിൾ. ഇതിലെന്തോ ഒന്ന് മിസ്സിംഗ് ഉണ്ട്. ഏത് കളറാണ് മിസ്സിംഗ്? ഇൻഡിഗോ മിസ്സിംഗ് ആണ് അവിടെ. ഓക്കെ. നമ്മളിനി അതിലേക്ക് വരാം. അപ്പോൾ ഇത് ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഒരു വലിയ ഡിഫറൻസ് ആണിത്. 7ഉം 6ഉം. ഒരു കളറും മിസ്സിങ്, അതും ഇൻഡിഗോ ആണ് മിസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡിഗോയ്ക്ക് പ്രതീകാത്മകമായിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇൻഡിഗോ കളർ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ആത്മീയ അവബോധം. അതായത് ഈ നിറം, ഇൻഡിഗോ നിറം, ആത്മീയതയും അതുപോലെ തന്നെ പ്രപഞ്ച രഹസ്യങ്ങളുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇൻഡിഗോ ആന്തരിക അറിവിനെയും അതുപോലെ ജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ നോക്കണം, ഒരു കളറിന് അതിൻ്റെ അർത്ഥം വളരെ വ്യാപ്തിയിലുണ്ട്. അപ്പം നമ്മൾ പറയും ഈ മഴവില്ല് നേച്ചറിൽ ഉണ്ടായിരിക്കുന്നത് ആക്സിഡൻ്റലി അങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതല്ല, ആരാണ് നമ്മുടെ ഏറ്റവും വലിയ ആർക്കിടെക്റ്റ്? ആരാ ലോകത്തെ ഡിസൈൻ ചെയ്ത ദ ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്റ്റ്, ദ ഡിവൈൻ ആർക്കിടെക്റ്റ്. അപ്പോൾ ഈ ഡിവൈൻ ആർക്കിടെക്റ്റ് ഓരോന്നും കളറ് അതിൻ്റെ കോമ്പിനേഷൻ മഴവില്ലിൽ കൂട്ടി വെക്കുമ്പോഴും അതിനെല്ലാം ഓരോ അർത്ഥം അതിൻ്റെ പിന്നിലുണ്ട്. അത് നമ്മൾ മറന്നു പോവുക പലപ്പോഴും. അപ്പോൾ ഇൻഡിഗോയുടെ അർത്ഥം എന്താണ്? ആന്തരിക ജീവനെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ജ്ഞാനത്തെ, വിസ്ഡത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു ഇൻറ്റേർണൽ ഒരു സ്പിരിച്വൽ അവെയർനെസ്, ഇതൊക്കെയാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രൈഡ് ഫ്ലാഗിലുണ്ടോ? ഇല്ല. ഇതാണ് ലാക്കിംഗ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ നമ്പർ 7 നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തിയോളജിക്കലി സ്പീക്കിംഗ് ഈ 7-നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഈ 7 എന്നുള്ള നമ്പർ പല പ്രാവശ്യം, നിങ്ങൾക്കറിയാം, യേശു തന്നെ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 7 അപ്പം, അതുപോലെ തന്നെ എത്ര പ്രാവശ്യം സഹോദരനോട് ക്ഷമിക്കണം? 7 70. ഓക്കെ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ 7 ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ 7 ബൈബിളിൽ കാണുന്നതിന് തിയോളജിക്കലി അതിന് ദാനധർമ്മം, കൃപ, ഉടമ്പടി, അതൊരു കവനൻ്റ്, അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെല്ലാം പറയുന്നത് എന്താ? 7. അതിന് നമ്മൾ 7 ഉള്ളോ? അതിൽ കൂടുതലില്ലേ? പക്ഷേ അത് പ്രതീകാത്മകമായിട്ട് അൺലിമിറ്റഡായിട്ട് അത് കാണിക്കുക അവിടെ. 7 അത് കൃപയുടെ, പരിശുദ്ധാത്മാവിൻ്റെ, ഇതിനെയൊക്കെ നമുക്ക് കാണിക്കുന്ന അത് പ്രതീകമായിട്ടുള്ള ഒരു നമ്പറായ 7. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന 7-നെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പം
നമ്മൾ പഴയ നിയമത്തിൽ 7 എന്നുള്ള ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉൽപ്പത്തി മുതൽ നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യമാണ് 7 7 7 എന്നും പറഞ്ഞ് പല കാര്യങ്ങൾ. ഈവൻ അവരുടെ ഈ പിന്നെ ടോറായിലാണെങ്കിൽ ഈ 7 എന്നുള്ള നമ്പർ വളരെ മോശയുടെ പ്രമാണങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6ാമത്തെ സംഖ്യയും ബൈബിളിലുണ്ട്. അതിനും ഒരു പ്രതീകമായിട്ട് പല കാര്യങ്ങളും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? പാപം, അപൂർണത, ഇൻകംപ്ലീറ്റ്നെസ് ആണത്. പലപ്പോഴും ഇൻകംപ്ലീറ്റ്, അപൂർണത. അതുപോലെ തന്നെ നമ്മൾ വെളിപാട് പറയത്തില്ലേ, സാത്താനുമായിട്ട് 6 സാത്താനിൻ്റെ നമ്പറാണ്, സാത്താനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് നോക്കുക, ഇതൊന്നും ആരും പ്ലാൻ ചെയ്തതല്ലെങ്കിലും അവസാനം നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ പ്രത്യേകമായിട്ട് ഒരു പക്ഷേയെങ്കിൽ ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പ്രൈഡ് ഫ്ലാഗ് 8 നമ്പറിൽ തുടങ്ങിയിട്ട് 6 കൊണ്ട് അവസാനിക്കുന്നതും ഒക്കെ അതെല്ലാം ദൈവത്തിൻ്റെ എന്തൊക്കെയോ പദ്ധതികൾ അതിലുണ്ട് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട്. അപ്പോൾ അതാ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇത് ആക്സിഡൻ്റിൽ നിന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം നമ്മൾ 7 എന്നുള്ളത് ഒരുപാട് കാര്യമുണ്ട്. കംപ്ലീറ്റ്നെസ്, പൂർണ്ണത. 6 എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് നമ്പർ, അപൂർണമാണ്. അത് എല്ലാ നാരകീയ ശക്തികളെയും റിപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ വെച്ച് നോക്കുമ്പോഴേ ഇന്ന് LGBT ഈ പതാക വളരെയധികം ശക്തമായിട്ട് അവരൊത്തിരി പോപ്പുലറൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് പ്രതീകമായിട്ട് ഈ ഫ്ലാഗ് ഉയർത്തിക്കാണിക്കുന്ന എന്താണ്? ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയായ ആണിനെയും പെണ്ണിനെയും റിജക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ സെക്സിനെ, ബയോളജിക്കൽ സെക്സിനെ റിജക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഞാനാണ് ക്രിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തന്നെ, എൻ്റെ ഐഡൻറ്റിറ്റിയെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൺഫ്യൂഷൻസ്, ഇൻകംപ്ലീറ്റ്നെസ്, അത് നാരകീയമായിട്ടുള്ള എല്ലാ തിന്മയുടെ, ഇമ്മൊറാലിറ്റിയുടെ ഒരു വലിയ പ്രസരിപ്പ്. അപ്പോൾ ഇതിനെയൊക്കെ സിംബിളൈസ് ചെയ്യുന്നതാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ അപ്രൂവ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിനെ ബിബ്ലിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ നമ്മളിതിൽ കാണുന്നുണ്ട്. കളേഴ്സ് ഒത്തിരി കളർഫുള്ളായിട്ടൊക്കെ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. അതിനേക്കാൾ ഉപരി ഇത് റിപ്രസെൻ്റ് ചെയ്യുന്നത്, നമ്മൾ ബൈബിളിലെ മഴവിലിനെ ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഇത് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു നാരകീയ ശക്തിയുടെ കൂടെയുള്ള ഒരു പ്രസ്ഥാനത്തെയാണ് എന്ന്. ഇത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തി പറയാനോ കണ്ടം ചെയ്യാനോ അല്ല, നമ്മളിത് സത്യം മനസ്സിലാക്കുമ്പോൾ ഈ 2 ധ്രുവത്തിലാണ് ഈ 2 ഫ്ലാഗും ഇരിക്കുന്നത്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ അട്രാക്റ്റ് ചെയ്യാനാണ്. കാരണം അവർക്ക് വേണ്ടത് ഈ ന്യൂ ജനറേഷനെയാണ്. അപ്പം നമുക്ക് സൈക്കോളജിക്കലി സ്പീക്കിംഗ് ഇങ്ങനെ നമുക്കൊരു അസോസിയേഷൻ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ എനിത്തിങ് നമുക്ക് നാച്ചുറലി ഒരു കാര്യത്തെ നമ്മൾ അറിയാതെ തന്നെ അങ്ങ് ലൈക്കായിപ്പോവും. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഐസ്ക്രീം വരെ നമുക്ക് എന്താണ് ഈ മഴവില്ല് കളറിൻ്റെ ഐസ്ക്രീം. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ഇവർ ഡയറക്റ്റായിട്ട് പ്രൈഡുകാർ ഒരു പക്ഷേ ചെയ്യുന്നതാണേന്ന് ഞാൻ സ്ഥാപിക്കാനല്ല ഇത് പറയുന്നത്. ഇവരൊരു മഴവിൽ, അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ 6 കളറോ 5 കളറോ ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. ഈ അട്രാക്ഷൻ വരുത്തുന്നത് എന്താണ്? ഇത് കാണുമ്പോഴത്തേക്കിന് പിന്നെ ഈ ഫ്ലാഗ് കാണുമ്പം അവരിതുമായിട്ടാണ് അസോസിയേറ്റഡ് ആകുന്നത്. അവർ ബൈബിളിലെ മഴവില്ലിനെയൊക്കെ പിന്നെ അവർ തള്ളിക്കളയോ, എന്താ ഡിഫറൻസ്? അതും മഴവില്ല്, ഇതും മഴവില്ല്. ഇതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള നോളജ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ല, ഇന്ന് ആൾക്കാർ എനിക്ക് തോന്നുന്നു മഴവില്ല ആകാശത്ത് കാണുമ്പോഴേ ഇതിനോട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ, ഒരു യൂത്താണ്, പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ആകാശത്ത് മഴവില്ല് വന്നപ്പോൾ അതിൻ്റെ പിക്ചർ എടുത്ത് പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ. അവരോട് ഒത്തിരി പേര് ചോദിച്ചു, ഗേ ആണോ? അപ്പോൾ റിലേറ്റ് ചെയ്യുന്നത് തന്നെ അതാണ്. എല്ലാ മനുഷ്യരുടെ മനസ്സിലും ഈ മഴവില്ലല്ല, ഇപ്പം ഈ ഒരു മഴവിൽ ഫ്ലാഗ് അല്ലെ മഴവില്ല് നമ്മൾ കാണുന്ന ഈ പ്രൈഡ് ഫ്ലാഗ് അവരുടെ ഒരു ഒഫീഷ്യൽ സിംബോളിക് ഫ്ലാഗ് ആണല്ലോ. അവരുടെ എല്ലാ ആശയങ്ങളെയും അതിൽ
ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലാഗ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ അത് വളർന്നു വരുന്ന തലമുറയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. പല പേരൻസും അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ പിള്ളേരുടെ ടോയ്സ്, ഞാൻ എൻ്റെ ചില കോൺഫറൻസുകൾ കഴിഞ്ഞിട്ട് പേരൻസ് പറയാറുണ്ട്, ഞങ്ങളറിയാതെ ഈ പിന്നെ പ്രൈഡ് ഫ്ലാഗിൽ അല്ലെ അതുപോലെ കളർഫുള്ളായിട്ടുള്ള ടോയ്സാണ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത് ഇപ്പം മനസ്സിലായി അതിൻ്റെ തിന്മയുടെ അംശം അതിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പേരൻസിൻ്റെ ഇടയിലും കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുക, പഠിക്കുക. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കളർഫുള്ളായിട്ട് അത് തോന്നുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ അജണ്ടകൾ വേറെ ഉണ്ട്. നമ്മുടെ വിശ്വാസവും ബോധ്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ വരാൻ പോകുന്ന ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ മഴവില്ല്, ബൈബിളിൽ കാണുന്ന മഴവില്ലിൻ്റെ ആ ഇമ്പോർട്ടൻസും അതിൻ്റെ പ്രതീകങ്ങളുമെല്ലാം അവർ ടോട്ടലി നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ബൈബിളിലുള്ള മഴവില്ലിനെ അവർക്ക് എത്രത്തോളം അറിയാം എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇല്ല, ഞാൻ ഓരോ കളറിൻ്റെയും പ്രതീകങ്ങൾ എടുത്ത് നമുക്ക് പറയാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മൾ അത്രയും, ഞാൻ ആ ഇല്ലാത്ത കളറിനെ കുറിച്ച് മാത്രമേ, ഇൻഡിഗോയെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, പ്രൈഡ് ഫ്ലാഗിനെ അഡ്വക്കേറ്റ് ചെയ്യാനും പ്രൈഡ് ഫ്ലാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒത്തിരി ആൾക്കാരുള്ളപ്പോൾ, മറിച്ച് ബൈബിളിലെ മഴവിലിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസും അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ദൈവത്തിൻ്റെ ആ ഒരു കവനൻ്റൽ റിലേഷൻഷിപ്പും ഒക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ മറന്നുപോകും. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ജനറേഷനെ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്, ഞാൻ ഈ ക്ലാസ് ഇത് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തന്നതുകൊണ്ട് നിങ്ങളങ്ങ് ഓവർലി സെൻസിറ്റീവ് ആകേണ്ട ഒരു കാര്യവും. ചിലർക്ക് അങ്ങനെ പേരൻസിനൊരു ഓവർലി സെൻസിറ്റീവ്, അയ്യോ ഇനിയും അങ്ങനെയുള്ള കളർ കണ്ടാൽ ഉടനെ മുഴുവനും നശിപ്പിക്കണമല്ലോ, അങ്ങനെയല്ല. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവോ? അത് നമ്മൾ അതൊരു എക്സ്ട്രീം ഡേഞ്ചറസ് സിറ്റുവേഷൻ. അപ്പം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഇതാണ്, നമ്മൾ ഇത് മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാം, മക്കളെ നമുക്ക് ബൈബിളിലൊരു റെയിൻബോ ഉണ്ട്, ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ കാണുന്ന, നമ്മൾ പുറമേ കാണുന്ന റെയിൻബോയുടെ അർത്ഥവും ഇതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സത്യം മനസ്സിലായി. നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം അവരെ നന്മയുണ്ട് ലോകത്തിൽ, തിന്മയും ഉണ്ട്, ഇത് രണ്ടും പറഞ്ഞു പഠിപ്പിക്കണം. ഈ നന്മ തിന്മകളുടെ അറിവ് അവർക്ക് കൊടുക്കുമ്പോഴാണ് നന്മയാണ് ചൂസ് ചെയ്യേണ്ടത്, തിന്മയെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഡിസേൺമെൻറ്റ് പ്രോസസ്സ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അതാണോ ശരി ഇതാണോ ശരി. ഇന്ന് പലപ്പോഴും നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു കൺഫ്യൂഷനാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ശാലോം ടി വിയിലൂടെ നമുക്ക് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഏറ്റവും വളരെ നിധിയായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശരിക്കും ദാനമാണ് ഇതുപോലെയുള്ള അറിവുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ അന്ധകാരത്തെ മാറ്റിക്കളയാൻ നമുക്ക് സഹായകമായിട്ടുള്ളത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളോടും ചോദിക്കുക, ഓഡിയൻസിനോടും ചോദിക്കുക. ജൂൺ മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മാസമാണ്. എന്താണെന്നറിയാമോ? ഇവിടെയാണ് നമുക്ക് സീ ദ കോൺട്രഡിക്ഷൻ. ഒരു വഴിയിൽ നമ്മൾ നേരത്തെ കണ്ടു, ഇവിടെ വലിയ ആഘോഷങ്ങൾ, ദൈവത്തെ നിരസിക്കുന്ന, ദൈവത്തിൻ്റെ സൃഷ്ടിയെ നിരസിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പറ്റം ഐഡിയോളജിയും ആളുകളുടെയും ഒരു ആഘോഷം. പക്ഷേ ഇവിടെ എന്താണ്, ദൈവം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ ആഗ്രഹിച്ച് നമ്മളെ ഓരോരുത്തരെയും ആ തിരുഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന, ചേർത്ത് വെക്കുന്നതിൻ്റെ ആഘോഷം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഈ പ്രൈഡ് മാർച്ചും പ്രൈഡ് മന്തും എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആഘോഷിക്കേണ്ടത് ഈശോയുടെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും കത്തിജ്വലിക്കുന്ന തിരുഹൃദയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ആരെയും കണ്ടം ചെയ്യാനോ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്താനോ അല്ല, നമ്മൾ വീണ്ടും ഈ ഞാൻ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് വരിക. ഈശോയുടെ തിരുഹൃദയം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിവുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൽ ഇനിയും ഇങ്ങനെയുള്ള ഐഡിയോളജിയിൽ അങ്ങേ അറ്റം കുരുങ്ങിക്കിടക്കുന്നവർ, ഒരു പക്ഷേ ഈശോയിൽ വിശ്വസിക്കുക പോലും ചെയ്യാത്ത
വ്യക്തികളെ പോലും തൻ്റെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്നേഹ ഹൃദയമുള്ള ഈശോയുടെ ആ കരുണ നിറഞ്ഞ സ്നേഹം നിറഞ്ഞുകൊള്ളുമ്പി നിൽക്കുന്ന ആ ഹൃദയത്തിലേക്ക് നമുക്ക് ഈ സകല ഇതുമായി ബന്ധപ്പെട്ട സകല ആളുകളെയും, അതുപോലെ പ്രൈഡ് ഒരു വലിയ ആഘോഷമാക്കി മാറ്റുന്ന ആളുകളെയും എല്ലാം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അതെ കൺക്ലൂഷനാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് റിയയുടെ ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന, ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിനെയും സ്നേഹത്തെയും ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ കൃപയാണ് ഞങ്ങളുടെ ഉള്ളിലെ ജീവനായിട്ട് ഒഴുകുന്നത്. സ്നേഹദാതാവായ ദൈവമേ, അങ്ങ് നൽകുന്ന പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രൈഡിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യാശയെ ഓവർകം ചെയ്ത് അങ്ങയുടെ പ്രത്യാശയിൽ കൂടുതലായിട്ട് ആഴപ്പെടുവാനായിട്ടും ആ പ്രത്യാശയിൽ ഊന്നി ജീവിക്കുവാനായിട്ടും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നല്ല തമ്പുരാനെ, അങ്ങയുടെ പരിശുദ്ധിക്ക് ചേർന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ആ പരിശുദ്ധിയിൽ ജീവിച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുവാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് പ്രൈഡ് ആഘോഷിക്കപ്പെടുന്ന ഓരോ സ്ഥലങ്ങളെയും അതിൽ അഭിമാനം കൊള്ളുന്ന ഓരോ വ്യക്തികളെയും ഈശോയെ സമർപ്പിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് അങ്ങയുടെ തിരുഹൃദയത്തോട് അവരെ എല്ലാവരെയും ചേർത്ത് വെക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാവരുടെയും ബുദ്ധിയിൽ അങ്ങ് പ്രകാശം വിതയ്ക്കണമേ. അങ്ങേ പ്രകാശത്തിൽ മുൻപോട്ട് ജീവിച്ചു പോകുവാനായിട്ട് ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം വഴിയായിട്ട് ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും ഈശോയിലേക്ക് സമർപ്പിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. താങ്ക് യു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകമായ പഴയ നിയമത്തിൽ കണ്ട ആ മഴവില്ലിന് ഇന്ന് പുതിയ അർത്ഥങ്ങളും മാനങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെടുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? പറഞ്ഞു കൊടുക്കേണ്ടതും പറഞ്ഞു പഠിപ്പിക്കേണ്ടതും ബൈബിളിലെ ആ മഴവില്ലിനെ കുറിച്ചാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം പ്രാപിച്ച് മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങളും നമുക്ക് ആസ്വദിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാൻ മറക്കേണ്ട. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.